പ്രിയമുള്ളവരെ, നിങ്ങളെവരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ മഹല്ലിലെ ഒരു പാരൻറ്റിങ് ക്ലാസ് നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യും എന്ന് ഞാൻ അറിയിച്ചിരുന്നു. ആ വീഡിയോ എന്ന് പറയുന്നത് ഏകദേശം 1.5 മണിക്കൂറോളം ദൈർഘ്യമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അത് മുഴുവനായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആരും തന്നെ അത് കാണാൻ കൂട്ടാക്കുകയില്ല, ആർക്കും സമയമില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഞാനത് ചെറിയ ചെറിയ പാട്ടുകളാക്കി മാക്സിമം ഒരു 10 മിനിറ്റ് വീഡിയോ ആക്കി ഒരു 3, 4 അല്ലെങ്കിൽ 5 വീഡിയോ ആക്കി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പാരൻറ്റിങ് ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. പങ്കെടുത്ത ഉമ്മമാരൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതുമാത്രമല്ല, അത് മദ്രസ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് മാത്രമല്ല ആ ക്ലാസ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെയും മാതാപിതാക്കളൊക്കെ കേൾക്കേണ്ട ഒരു ക്ലാസ് തന്നെ. ഇന്നത്തെ ഈ പുതിയ കാലഘട്ടത്തിൽ മക്കളെ എങ്ങനെ വളർത്തണം എന്നതിനെക്കുറിച്ചുള്ളൊരു ക്ലാസ് ആയിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കാണുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയാൽ മാത്രമാണ് ഇത് തുടർന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നിങ്ങൾ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കുക. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ. അൽഹംദുലില്ലാ, വളരെ സന്തോഷമുണ്ട് മക്കളുടെ കാര്യത്തിന് വേണ്ടി നിങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടുന്നു എന്ന് പറയുമ്പോൾ. പണ്ടത്തേതിൽ നിന്ന് മാറി മക്കളുടെ കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടലുകൾ ധാരാളമായി വേണ്ട ഒരു കാലത്താണ് നമ്മളുള്ളത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രാധാന്യം. മക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് റിസർച്ച് ചെയ്യുകയും അതിനെ വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതിലെ പോരായ്മകളെ വീണ്ടും കണ്ടെത്തുകയും അതിൻ്റെ പരിഹാരങ്ങൾ അന്വേഷിക്കുകയും അത് വീണ്ടും ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഡ്യൂട്ടി. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്കൂളുകളിലും മതസ്ഥാപനങ്ങളിലും ഇങ്ങനെ കയറി ഇറങ്ങാൻ പറ്റുന്നുണ്ട്. പാരൻസിൻ്റെ വിവിധമായ പ്രശ്നങ്ങളെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ലഭിച്ച ചില പ്രധാനപ്പെട്ട വിഷയങ്ങളെ നിങ്ങളുടെ മുമ്പിൽ വെക്കുക എന്നുള്ളതാണ് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ജസ്റ്റ് കേൾക്കാൻ സുഖമുള്ളതോ രസമുള്ളതോ ആയിട്ടുള്ള പാട്ടും പെയ്ത്തൊന്നും ഞാൻ പാടാൻ പോണില്ല. അതുകൊണ്ട് അങ്ങനെ കേട്ടിരിക്കാനൊരു സുഖം ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട. അതേസമയം ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. ഏതെങ്കിലും ഒരു ടിപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികളെ നമുക്ക് നന്നാക്കിയെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇത് കേൾക്കുന്നതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ഏതെങ്കിലും ഒന്നുകൊണ്ടെങ്കിലും മക്കളെ നന്നാക്കുക എന്നുള്ളത്. കൂടെ മക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മക്കളെ പരിസരത്ത് കളിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് എൻഗേജ് ചെയ്യാനോ ഒക്കെ പറഞ്ഞയക്കുന്നതിന് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞയക്കലാണ് ബെറ്റർ എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം ഞാൻ നിങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്നെക്കുറിച്ച് എന്നെ പറയുന്നത് എൻ്റെ മോൻ കേൾക്കുന്നത് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മാറ്റണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പലരും അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എനിവേ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തുന്നത്, മക്കളെ മതാധ്യാപനം പഠിപ്പിക്കാനാണ് നാം മദ്രസയിൽ പറഞ്ഞയക്കുന്നത്, അല്ലേ? മദ്രസയിൽ പറഞ്ഞയക്കുന്നതിൻ്റെ പ്രധാനമായ ലക്ഷ്യം എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ പറയും നന്നാവണമെന്നുള്ളത്. അങ്ങനെ തന്നെ അല്ലേ? ഞാൻ ചോദിക്കണേന് കുറച്ചൊക്കെ ഇങ്ങനെ തലയാട്ടിയിട്ടൊക്കെ ഇങ്ങനെ മറുപടി പറഞ്ഞാൽ എനിക്കൊരു സുഖം ഉണ്ടാവും കേട്ടാ. ശരിക്കും പറഞ്ഞാൽ മക്കൾ നന്നാകാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത്? മദ്രസയിൽ പറഞ്ഞയക്കുന്നുണ്ട്, പിന്നെ പള്ളിക്ക് പറഞ്ഞയക്കുന്നുണ്ട്, പള്ളിയിൽ ഉസ്താദിന്റെ വേദമൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ കുട്ടികൾക്ക് നമ്മൾ ഉപദേശിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ പിന്നെ തീർന്ന നമ്മൾ കൂടെ കൊണ്ടുനടന്ന് കുട്ടികൾക്ക് മാതൃക കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഗുഡ്. പിന്നെ സ്കൂളിൽ പറഞ്ഞയക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്ന അവർ നന്നാകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഓക്കെ. പിന്നെ
ഭക്ഷണം, വസ്ത്രം, സാധനങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. മക്കൾ നന്നാകാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ തന്നെയല്ലേ ചെയ്യേണ്ടത്, ഇനിയിപ്പോ എന്താ അല്ലേ? ഞാൻ ഒരു സ്ഥലത്ത് ചോദിച്ചപ്പോ ഒരാള് പറഞ്ഞ്, അതെ ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഒന്നും ദുആ ചെയ്യുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട സാധനമല്ലേ? അല്ലേ? നിങ്ങളും ചെയ്യലില്ലേ? പഠിച്ചോനെ എന്റെ മക്കളെ നന്നാക്കി തരണേ നിങ്ങൾ വേർക്കലില്ലേ? അതൊരു പ്രധാന സാധനമാണ്. ഓക്കെ, ഞാൻ ഓരോന്നിൽ കൂടെ ഇങ്ങനെ വരാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, ഞാനൊരു മാറ്റർ ഇങ്ങനെ പറഞ്ഞു പോകും. ഞാൻ ആ പറഞ്ഞു പോകുന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളെ സ്ട്രൈക്ക് ചെയ്യും. അന്നേരം അതിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകും. അതപ്പം തന്നെ ചോദിച്ചോളണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ബാക്കി പറയുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധ വരില്ല, ആ സംശയം മാത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇടയിൽ കയറി ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ ചോദിച്ചോളണം. ഉമ്മമാർക്ക് സംശയം ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പേപ്പറൊക്കെ കൊടുത്താൽ മതി, അവർ എഴുതി ചോദിച്ചോട്ടെ. എൻ്റെ മർമ്മമായ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞു തന്ന് അത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി ആ ഒരു കാര്യം കൊണ്ട് നന്നാകാൻ സാധിച്ചു കഴിഞ്ഞാൽ ബെറ്റർ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ചോദിക്കാനല്ല, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ പറയുന്നതിലുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് പരിഹാരങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിച്ചുകൊണ്ടിരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഓക്കെ, മദ്രസയിൽ പറഞ്ഞയക്കുന്നു മക്കൾ നന്നാകാൻ വേണ്ടിയിട്ട്. മദ്രസയിൽ പറഞ്ഞയച്ച മക്കൾ നന്നാവോ? തിരിച്ചൊരു ചോദ്യമാണ്. മദ്രസയിൽ പറഞ്ഞയച്ചുകൊണ്ട് മക്കൾ നന്നാവോ? ഇല്ല. മദ്രസയിൽ പറഞ്ഞയച്ചത് കൊണ്ട് മാത്രം മക്കൾ നന്നാവുന്നില്ല, അതല്ലേ എന്റെ യാഥാർത്ഥ്യം? എന്തൊക്കെയോ വേറെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. മക്കൾ മദ്രസയിൽ പറഞ്ഞയച്ച് ഇപ്പൊ ഞാനിപ്പോ പോരുന്ന വഴിക്ക് എന്നെ ഒരു രക്ഷിതാവ് വിളിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവാണ്. മോള് +2 മദ്രസയിൽ പഠിക്കുന്നത്. അപ്പോ മദ്രസയ്ക്ക് ഇന്ന് പറഞ്ഞയച്ചിട്ടുണ്ട്, തിരിച്ചു വരുമോന്ന് ഉറപ്പില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് വിളിക്കണത്. കാരണം കഴിഞ്ഞൊരു ദിവസം ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, അവള് മദ്രസ വിട്ട് തിരിച്ച് സ്കൂൾക്ക് ഉമ്മ കൊണ്ടാക്കി കൊണ്ടുവരികയാണ്. മദ്രസ അടുത്തായതുകൊണ്ട് കൊണ്ടുവരാക്കി കൊണ്ടുവരണില്ല. അപ്പോ ഇതേപോലെ മദ്രസയിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ചെക്കൻ്റെ കൂടെ പോയി. അപ്പൊ എന്തൊരു പ്രശ്നമുണ്ട് അതിനകത്ത്? വിഷയം മനസ്സിലായണ്ടല്ലേ? മദ്രസയിൽ +2 വരെ പഠിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം മക്കൾ നന്നായിക്കൊള്ളുന്നില്ല, അതിനകത്ത് വേറെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പഠിക്കുക എന്നുള്ള സംവിധാനം നമ്മൾ 3 തലത്തിലാണ് ഉള്ളത്. അത് കംപ്ലീറ്റ് ആവാതാകുമ്പോഴാണ് നമ്മൾ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയും കംപ്ലീറ്റ് അല്ലാതായി പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫലവത്തല്ലാതായി പോകുന്നത്. 3 തലങ്ങളാ ഒരു വിഷയം പഠിക്കുന്നതിന് വേണ്ടി വരുന്നത്. ഒന്ന് നോളേജ് ആണ്, അറിവ്. പഠിപ്പിക്കുമ്പോൾ അതിൽ നിന്നൊരു അറിവ് കിട്ടും. 2 അതിന്റെ ആറ്റിറ്റ്യൂഡ് കിട്ടും. 3-മത്തേത് അത് സ്കില്ലാവുക എന്നുള്ളതാണ്. ഈ 3 പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ, 3 പ്രക്രിയകളും കൃത്യമായി നടന്നാൽ മാത്രമേ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ ഉപകരിക്കുകയുള്ളൂ. ഉദാഹരണം ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. ഉദാഹരണം നമ്മൾ ഒതുവിന്റെ നിയ്യത്ത് പഠിപ്പിച്ചു കുട്ടികളത് പഠിച്ചു, പറഞ്ഞു തന്നു, നല്ല വൃത്തിയായിട്ട് പഠിച്ചു, കാണാതെ പഠിച്ചു, എഴുതാൻ പഠിച്ചു, പരീക്ഷ എഴുതി ഫുൾ എഴുതാൻ കിട്ടുന്നുണ്ട്, കുട്ടിക്ക് നോളജായി. പക്ഷെ ഇത് കുട്ടിയുടെ ജീവിതത്തിലേക്ക് എത്തിയിട്ടില്ല. ജീവിതത്തിൽ എത്തക്ക് ഇതിന്റെ 2-മത്തെ പ്രോസസ്സിലേക്ക് കിടക്കണം. ഏത്? ഈ വുളൂ ചെയ്യുന്ന സമയത്ത് മുഖം കഴുകുമ്പോൾ നിയ്യത്ത് വെക്കാനുള്ള ആ കഴിവിലേക്ക് കുട്ടി എത്തണം. പഠിച്ച സാധനം ആ സിറ്റുവേഷനിൽ പ്രയോഗിക്കാനുള്ള ആ അറിവിലേക്ക് കുട്ടി എത്തണം. അപ്പൊ സ്വാഭാവികമായിട്ട് രാവിലെ ഒതെടുക്കുന്ന സമയത്ത് കുട്ടി എന്ത് ചെയ്യുന്നു? ഒതെടുക്കുമ്പോൾ കൈ കഴുകിയതിനു ശേഷം മുഖം കഴുകുമ്പോൾ നിയ്യത്ത് വെക്കുന്നു. ഇപ്പൊ ആറ്റിറ്റ്യൂഡിലേക്ക് എത്തി. ഇതും ജീവിതത്തിൽ എത്തില്ല. 3-മത്തെ പ്രോസസ്സിലേക്ക് എത്തണം. ഏതാണ്? കുട്ടിക്ക് ആ സ്കില്ല് വേണം. എന്ത്? ഞാൻ ഒതെടുക്കണം, നിസ്കരിക്കണം. അപ്പൊ ഓതും കൂടിയും വേണ്ടേ? എന്നിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കണം സ്ഥിരമായിട്ട്. ഈ 3-ലേക്കും കുട്ടികൾ വളർന്നു വരുമ്പോഴേ ഒരു കുട്ടിയെ പഠിപ്പിച്ച കാര്യത്തിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. മൊത്തം കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കണം. 3ഉം കവർ ചെയ്തു പോരണം, എങ്കിലേ ആ കുട്ടികളുടെ ജീവിതത്തിലേക്ക് ആ സാധനം എത്തുള്ളൂ. ഇത് 3ഉം കവർ ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻ മദ്രസക്കകത്തില്ല. ഉണ്ടോ? ഇല്ലേ. മദ്രസയിൽ 1 മണിക്കൂറാണ് കിട്ടുന്നത്. ഇവിടെ എത്ര സമയം മദ്രസ? ഇവിടെ 6 മണിക്കാ സ്റ്റാർട്ട് ചെയ്യുക. എത്ര മണിക്കാ? 7 മണി മുതൽ സ്കൂളിലുള്ള ദിവസങ്ങളിൽ 6:30 to
7:30 1 മണിക്കൂർ. ഈ 1 മണിക്കൂറിനകത്ത് ഒരു കുട്ടിയിലേക്ക് ഒരു നോളജ് എത്തിച്ച് അത് അവരുടെ ആറ്റിറ്റ്യൂഡാക്കി സ്കില്ലാക്കി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള സിറ്റുവേഷൻ മദ്രസക്കകത്തില്ല. പല സ്കില്ലുകളും വീട്ടിൽ നിന്ന് ഡെവലപ്പ് ആവേണ്ടടുത്താണ് ഉള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.